കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ 3 ആശ്രമങ്ങൾ ഉണ്ട്. നമ്മളെ അറിവിൽ ഭഗവാനെ കുറിച്ച് അത്രയ്ക്ക് കണ്ട് നമ്മളെ അറിവിനുള്ളിൽ വച്ച് ഭഗവാൻ സ്ഥാപിച്ച 3 ആശ്രമങ്ങൾ ഉണ്ട്. ചിന്താലയ ആശ്രമം പോത്തൻകോട്, അധ്യാത്മ ചിന്താലയ ആശ്രമം കള്ളിക്കാട്, ആലയിൽ ആശ്രമം നെയ്യാറ്റിൻകര. ഇത് 3ഉമാണ് ചിന്താലയ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള 3 ആശ്രമങ്ങൾ. അതിൽ അധ്യാത്മ ചിന്താലയ ആശ്രമത്തിലെ വാർഷിക ആഘോഷം നടക്കാൻ പോവുകയാണ്. 43ാമത്തെ വാർഷികാഘോഷം, അതായത് ആശ്രമം സ്ഥാപിതമായിട്ട് 43 വർഷം തികയുകയാണ്. ഭഗവാൻ കള്ളിക്കാട് വന്നിട്ട്, കള്ളിക്കാടാണ് അധ്യാത്മ ചിന്താലയ ആശ്രമം. ഭഗവാൻ കള്ളിക്കാട് വന്നിട്ട് 60-65 വർഷത്തോളമായി. അതൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഭഗവാൻ അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യം തന്നെ, ബാക്കി അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ഒരു ഗ്രാഹ്യമില്ല, കുറേയൊക്കെ അറിയാം എന്നുള്ളത് വിവരിച്ച്. ഹിമാലയം തൊട്ട് ചിദംബരം തൊട്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭഗവാൻ ഇരുന്നതും ഭഗവാൻ പ്രവർത്തിച്ചതുമായിട്ടുള്ള സ്ഥലങ്ങൾ. പക്ഷെ ഭഗവാന്റെ അവതാര ലക്ഷ്യം തന്നെ കള്ളിക്കാട് പോലെ ഒരു സ്ഥലത്തെ ഉദ്ധരിക്കുക. അവിടെ അത്ര ഭയാനകമായ ഒരു സ്ഥലമാണ് കള്ളിക്കാട് എന്നൊക്കെ. ചിലപ്പോൾ നമ്മൾ പലയിടത്തും പോയി ഇവിടെ ജനിച്ച സ്ഥലം കള്ളിക്കാട് എന്ന് പറയുമ്പോൾ അയ്യോ കള്ളിയങ്കാടാണോ എന്ന് ആളുകൾ ചോദിക്കും. കള്ളിയങ്കാടും കള്ളിക്കാടുമായിട്ട് ഒരു ബന്ധവുമില്ല. കള്ളിക്കാട് എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അധ്യാത്മ ചിന്താലയ ആശ്രമം എന്ന് പറയുന്നത് എൻ്റെ വീട് എന്ന് വേണമെങ്കിൽ പറയാം, മറ്റ് 2 ആശ്രമങ്ങളെ അപേക്ഷിച്ച്. ഞാൻ ജനിച്ച് വളർന്നത് 4 വയസ്സ് തൊട്ട് ഭഗവാന്റെ കൂടെ ആശ്രമത്തിലാണ് എങ്കിലും ഒരു വെളിപ്പാട് അകലെയാണ് ആശ്രമത്തിൽ നിന്ന് ഞാൻ ജനിച്ച സ്ഥലം. അപ്പോൾ അതുകൊണ്ട് കൊച്ചുനാളിൽ തന്നെ അടുത്ത് സ്കൂളിലൊക്കെ ചെറിയ സ്കൂളെന്ന് പറയുമ്പോൾ LP സ്കൂളിൽ
പോകുന്ന സമയം തൊട്ടുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. ആ സമയത്ത് വരെ അതുവഴി യാത്ര ചെയ്യാൻ തന്നെ പേടിച്ചാണ്. സന്ധ്യ കഴിഞ്ഞാൽ സ്ത്രീകൾ പോലും ആ റോട്ടേ കൂടി സഞ്ചരിക്കാറില്ല, അതുവഴി സഞ്ചരിക്കാറില്ല. 5 പൈസയ്ക്ക് ഒരാളിനെ കുത്തിക്കൊന്ന സ്ഥലമാണ് ആ ഭാഗം. തൊട്ടടുത്തുള്ള മൈലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 5 പൈസയ്ക്ക് ഒരാളിനെ കുത്തിക്കൊന്ന സ്ഥലം. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ, ഭഗവാൻ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സത്യമാണ്. ഭഗവാൻ പറയുന്നതെല്ലാം സത്യം മാത്രമേ പറയുള്ളൂ. സത്യസ്വരൂപനാണ്. അതുകൊണ്ട് ലോകത്ത് ആര് പറയുന്നതും ചിലപ്പോൾ കള്ളം പറയാം. അച്ഛൻ കള്ളം പറയാം, അമ്മ കള്ളം പറയാം, ബാക്കിയുള്ളവർ കള്ളം പറയാം. പക്ഷേ സത്യസ്വരൂപനായ ഈശ്വരൻ കള്ളം പറയില്ല. അപ്പം ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് സത്യങ്ങളാണ്. അപ്പം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 5 പൈസയ്ക്ക് ഒരാളിനെ കുത്തിക്കൊന്ന സ്ഥലമാണ്. അദ്ദേഹം വളരെ പീഡനം അനുഭവിച്ച സ്ഥലമാണ്. അപ്പോൾ ലോകരക്ഷാർത്ഥം ആ നാടിനെ നന്നാക്കണം, ലോകത്തെ രക്ഷയ്ക്കൊപ്പം തന്നെ ആ നാടിന് നന്മ ചെയ്യണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം അവിടെ അവതാരമെടുക്കുകയും അവതാര ലക്ഷ്യം അവിടെ ശരിക്ക് പറഞ്ഞാൽ പൂർത്തീകരിച്ച സ്ഥലമാണ് ഈ പറയണ കള്ളിക്കാട് ദേവൻകോട് അത്യാത്മചിന്താലയ ആശ്രമം. ആശ്രമത്തിന് അത്ര പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഒരുപാട് കാലം ഇരുന്നുവെങ്കിലും 1/2 നൂറ്റാണ്ട് കാലം ഇരുമ്പ് പണി ചെയ്ത സ്ഥലമാണ്. ഇരുമ്പ് പണി എന്ന് പറയുമ്പോൾ ആലപ്പണി. ആലപ്പണി എന്ന് പറയുമ്പോൾ മറ്റ് പണികൾ പോലെ അല്ല. ശക്തമായ ഉരുക്കിൻ്റെ കൂടെ, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളതാണ് ഉരുക്ക്, അതിൻ്റെ കൂടെ മൽപ്പിടുത്തം നടത്തി ശരിക്ക് രക്തത്തെ വേർപ്പാക്കി. അന്നത്തെ സമയത്ത് ഞാൻ 4 വയസ്സ് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് ഏകദേശം 10-30ഓളം പേര് ഒരാൾ അധ്വാനിച്ച് രാവിലെ സൂര്യ ഉദയം തൊട്ട് അസ്തമയം വരെ ഇരുമ്പിൻ്റെ കൂടെ, വലിയ കൂടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ചുറ്റികല്ലിൻ്റെ വലിയ സൈസാണ് കൂടം. ഇതെടുത്ത് ഇരുമ്പിനെ പഴുപ്പിച്ച്, ഉരുക്കിനെ പഴുപ്പിച്ച് അതിനെ അടിച്ച് പരത്തി ഓരോരോ ഉപകരണങ്ങളാക്കി. എന്തൊക്കെ? റബ്ബർ ടാപ്പിംഗ് കത്തി, പൂട്ടുകൾ. അതായത് അന്നെല്ലാം നമ്മൾക്ക് റെഡിമെയ്ഡ് പൂട്ടൊന്നും ഇല്ലാത്ത സമയം പൂട്ടെല്ലാം ഡോറുകളിൽ വച്ച് പിടിപ്പിക്കുന്ന പൂട്ട്, അതുപോലെ മറ്റ് കത്തി, അതുപോലെയുള്ള സാധനങ്ങൾ ഇതെല്ലാം ഭഗവാൻ ഉണ്ടാക്കി. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് എന്നെപ്പോലെ 10-30ഓളം പേരെ ഭഗവാൻ വളർത്തിയത്. കാരണം അന്നത്തിന് വഴിയില്ല ഇത്രയും സമയം. അപ്പോൾ നമ്മളുടെ ഈ സൈഡുകളിലെ ഉടുപ്പൂരി നിന്നാൽ സൈഡിലെ എല്ലാ വാരിയെല്ലുകളും കാണാം. നമുക്കൊരു അസ്ഥികൂടം പോലെ കാണാം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആഹാരത്തിന് നിവർത്തിയില്ല. ഭഗവാൻ എന്തു ചെയ്യും? എല്ലാവർക്കും കൊടുത്തിട്ട് വേവിച്ച് ഇത് എത്രയും ജോലി ചെയ്ത് എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് പട്ടിണി അടക്കും. കാരണം കഴിക്കാനില്ല. എല്ലാവരും കഴിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം, കഴിപ്പിക്കുന്നതാണ് ഇഷ്ടം. ഭഗവാൻ കഴിക്കുന്നത് പ്രാധാന്യം കൊടുക്കാറില്ല. നമുക്ക് തരുന്ന എന്ത് കിട്ടിയാലും നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് ശരിക്ക് രക്തത്തെ വേർപ്പാക്കിയ പുണ്യഭൂമിയാണ് ശരിക്ക് അത്യാത്മചിന്താലയ ആശ്രമം. അപ്പോൾ ഇന്ന് നമ്മൾ വാർഷികത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാന്റെ ത്യാഗത്തെക്കുറിച്ച് പറയാതെ പോകുന്നത് ഉചിതമല്ല. ഭഗവാൻ അവിടെ ഇരുന്ന് ആ ഭൂമിയെ പുണ്യഭൂമിയാക്കി മാറ്റി. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഭഗവാന്റെ ആലപ്പണി ചെയ്ത സ്ഥലമാണ്. അവിടെ വന്നിട്ടുള്ള ഓരോ പേർക്കും അറിയാം, ഭഗവാൻ ഒരു പുൽക്കുടിയിലിനകത്തിരുന്നു കൊണ്ട്, പുൽക്കുടീരം അതായത് ഒരു ചെറിയ ഓല ഷെഡ്, അതിൻ്റെ മുകളിൽ പുല്ലിട്ടിട്ടുണ്ട്. പുല്ലിട്ടിന് എന്തിനാണ്? കുറേ കാലം അത് നിലനിൽക്കാൻ വേണ്ടി. വർഷാവർഷം ഓല കെട്ടാൻ വന്ന് പകരം പുല്ലിട്ട് ശരിക്ക് ചാണകം മെഴുകിയ ഒരു കുടീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത്രയും
പേരെ വളർത്തിയത്. ഇത്രയും പേരം എന്നെപ്പോലെ ഞാൻ അവിടെ കിടന്ന് വളർന്നതാണ്. ആ ചാണകമെഴുകിയ സ്ഥലത്ത് ഭഗവാനൊപ്പം കിടന്ന് വളരാനുള്ള ഭാഗ്യം ഏതോ ജന്മജന്മാന്തരങ്ങളായി കിട്ടിയ ആത്മാവിന് എന്തോ എപ്പോഴോ ചെയ്ത പുണ്യം കൊണ്ട് ആ പരമാത്മാവിൻ്റെ അടുത്ത് വന്നു ചേരാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ കൊട്ടാരം. പിന്നെ പല സ്ഥലത്ത് പല രീതിയിലുള്ള റൂമുകളിൽ താമസിക്കാൻ അവസരം കിട്ടിയെങ്കിലും ഭഗവാന്റെ ആ കൊട്ടാരത്തിൽ കിടന്ന സുഖം, ഭഗവാനൊപ്പം കിടന്ന സുഖം ലോകത്ത് ഒരിടത്തും 49 ലോകരാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ശരിക്ക് കൊട്ടാരത്തിനകത്ത് താമസിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും കിട്ടിയില്ല. അതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ആ ഭഗവാനൊപ്പം ഭഗവാൻ കിടന്ന സ്ഥലമാണ് ഏറ്റവും വലിയ AC. അവിടുത്തെ സുഖം വേറെ ഒരിടത്തും ഇല്ല. അവിടെ തണുപ്പോ ചൂടോ ഒന്നുമില്ല. അത്ര സുഖപ്രദമായ അന്തരീക്ഷം. ആ സ്ഥലത്ത് നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകണം. കാരണം 50 വർഷക്കാലം ഇരുന്ന് ഭഗവാൻ അധ്വാനിച്ച് ആ ഭൂമിയെ സ്വർഗതുല്യമാക്കിയ ആ സ്ഥലത്ത്, ഭഗവാന്റെ വേർപ്പ് വീഴുന്ന സ്ഥലം, രക്തം വീഴുന്ന സ്ഥലം, ആ സ്ഥലത്ത് ദർശനം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പുണ്യം മറ്റു ഒരു സ്ഥലത്ത് പോയാലും ഉണ്ടാവില്ല. കാരണം ഹിമാലയത്തിൽ 12 പ്രാവശ്യം പോയ ആളാണ് ഞാൻ. അമ്പല ദർശനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 217 ചണ്ഡ്യ ഹോമം ചെയ്തു മൂകാംബി അമ്മയുടെ അടുത്ത്. സപ്തമാതാക്കളെ അടുത്ത് പോയി. അതുപോലെ ശക്തിപീഠങ്ങളിലും സിദ്ധിപീഠങ്ങളിലും സഞ്ചരിച്ചു. അങ്ങനെ പോകാത്ത മഹാക്ഷേത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും ഭഗവാന്റെ ഈ പുണ്യഭൂമി പോലെ ആവില്ല ഇതൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പുണ്യ സ്ഥലത്ത് ഒരു പ്രാവശ്യം എങ്കിലും ദർശനം ചെയ്താൽ നമ്മളിൽ നിൽക്കുന്ന നെഗറ്റീവ്സ് അത്രയും മാറിക്കിട്ടും. കാരണം കംപ്ലീറ്റ് ദോഷത്തെയും ആഗിരണം ചെയ്ത് കത്തിച്ച് കളഞ്ഞ സ്ഥലമാണ്. ഭഗവാൻ രാവിലെ ഇരുന്ന് ഇരുമ്പ് പണി ചെയ്യുന്നത്, അവിടുത്തെ ആള പണി ചെയ്യുന്ന സമയത്ത് തീജ്വാലയിൽ ഇങ്ങനെ ഇരുമ്പിനെ അല്ല കത്തിച്ചുകൊണ്ടിരുന്നത്, അവിടെ വരുന്ന ഓരോരുത്തരുടെയും കർമ്മഫലത്തെ കത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അവിടം. കർമ്മഫലമാണ് ഭഗവാൻ കത്തിച്ചുകൊണ്ടിരുന്നത്. 50 വർഷക്കാലമായി അവിടുത്തെ കർമ്മഫലം മൊത്തം കത്തിച്ച് അവിടെ പുണ്യഭൂമിയാക്കി മാറ്റിയ സ്ഥലമാണ് ശരിക്ക് അധ്യാത്മചിന്താലയ ആശ്രമം ഇരിക്കുന്ന സ്ഥലം. ഇന്ന് 43ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. ഉദ്ഘാടന സമയത്ത് തന്നെ ആശ്രമം സ്ഥാപിച്ച് ജാതി മതത്തിന് അതീതമായി, ജാതിയോ മതമോ ഒന്നും ഭഗവാനില്ല. അന്ന് മാർഗിരിയൂസ് തിരുമേനി ആർച്ച് ബിഷപ്പ് ആണ് അവിടെ ഭദ്രദീപം തെളിയിച്ചത്. അന്ന് പാളയം ഇമാമായിരുന്നു അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. അപ്പോൾ അത്ര വിശാല ഹൃദയനാണ് ഭഗവാൻ. ഇന്നൊരാളിന് ചിന്തിക്കാൻ പോലും, ഒരു സന്യാസിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ഭഗവാൻ ചെയ്തത്. ജാതി മതത്തിന് അതീതമായി, ജാതി മതത്തെ ഭഗവാൻ പറയണത് തന്നെ ഓരോ മതങ്ങളും ഓരോ വഴികളാണ്, മനുഷ്യർക്ക് സഞ്ചരിക്കാനുള്ള ഓരോ വഴികളാണ്. വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. അതിനുള്ള മാർഗമാണ് മതങ്ങൾ. എല്ലാ മതവും നിർദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്, ആത്മസാക്ഷാത്കാരം, നന്മയിലേക്ക് നയിക്കുക, ഈശ്വര സാക്ഷാത്കാരം നേടുക. ഇത് തന്നെയാണ്. പിന്നെ അതാത് മതത്തിൻ്റേതായ മതാചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് അവർ ആളുകളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. എല്ലാ മതത്തിലും മതത്തിൻ്റെ ആദർശം ഭഗവാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. അവിടെ ഭഗവാന്റെ ആ നാടിൽ ഭഗവാൻ ഒരു പുതിയ സ്ഥലം ഉണ്ടാക്കിയെന്ന് പറയും പോലെ കള്ളിക്കാട് ആ 2-4 പഞ്ചായത്ത് പുണ്യഭൂമിയാക്കി മാറ്റിയിട്ട് അവിടെ വസിക്കുന്ന ആൾക്കാർക്ക് അറിവ് കുറവുണ്ട്. പ്രത്യേകിച്ച് അടുത്ത് വരുന്ന തലമുറയിലുള്ളവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. അവിടെ സ്കൂളൊക്കെ ഉണ്ട്,
പക്ഷേ ഇനിയുള്ള പിള്ളേർ പുറത്തോട്ട് പോയാൽ അവിടുത്തെ അറിവ് പോരാ, കള്ളിക്കാട്ടിൻ്റെ അറിവ് പോരാ, അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം എന്ന് കണ്ടിട്ട് ആ ഒതുങ്ങിയ സ്ഥലത്ത് വളരെ ഈ ത്യാഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ച് ദഹിക്കുകയാണ് ചെയ്യണത്. തീയിലിരുന്ന് ദഹിച്ചുണ്ടാക്കിയ, അഗ്നിയിൽ ജ്വലിച്ചുണ്ടാക്കിയതാണ് ചിന്താലയ വിദ്യാലയം. ആ ചിന്താലയ വിദ്യാലയം ഇന്ന് 22 വർഷം പിന്നിട്ടു. 23ാം വർഷത്തിലേക്ക് വിദ്യാലയം പോവുകയാണ്. 23 വർഷം കൊണ്ട് ശരിക്ക് ആയിരക്കണക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കാൻ ആ നാട്ടിൽ സാധിച്ചു. ഭഗവാൻ 5 പൈസ ആ സ്കൂളിൽ നിന്ന് ആശ്രമത്തിന് വേണ്ടി എടുക്കാനോ മറ്റു കാര്യത്തിനോ അല്ല, ആ വിദ്യാഭ്യാസം, ആ വാങ്ങുന്ന പൈസ കൊണ്ട് ആ കുട്ടികൾക്ക് തന്നെ അറിവ് കൊടുക്കുക, അവിടെ തന്നെ ചിലവാക്കി കൊണ്ടുപോവുക. അല്ലാതെ ഇന്നിപ്പോൾ വിദ്യാഭ്യാസവും 2-3 മേഖലകളാണ് ഏറ്റവും പൈസ ഉണ്ടാക്കാൻ പറ്റിയ മേഖല. ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് ഹോസ്പിറ്റല്, 3 മദ്യ ഷാപ്പുകൾ. ഈ 3 സ്ഥലത്തു നിന്നാണ് ഏറ്റവും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം. ഉദാഹരണം തന്നെ, എൻ്റെ ഒരു കൊച്ചുമോനുണ്ട്. അവനൊരു അഡ്മിഷന് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് അഡ്മിഷന് പോയപ്പോൾ 1ാം ക്ലാസ്സിലേക്കാണ്, അല്ലാതെ കോളേജിലേക്കല്ല. അഡ്മിഷൻ ഫീസ് 1,20,000 രൂപ. 1,25,000 രൂപ ഒരു വർഷത്തെ ഫീസ്, 25,000 രൂപ വണ്ടി വാടക. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എത്ര രൂപ? 1,00,000, 1,15 ലക്ഷം, 2.5 ലക്ഷം, 2.25 ലക്ഷം രൂപ ഒരു വർഷത്തെ ആ കൊച്ചിന് പഠിക്കാൻ. ഈ അവസ്ഥയിൽ നിന്നാണ് ഈ നാട്ടിൻ പ്രദേശത്ത് ഉള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കിട്ടത്തക്ക രീതിയിൽ ഇപ്പോൾ തന്നെ നമുക്ക് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു നമ്മളെ ചിന്താലയ വിദ്യാലയത്തിൽ. ചിലപ്പോൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? അത് ഭഗവാന്റെ അവിടെ വരുന്നതൊന്നും, അല്ലെങ്കിൽ ഭഗവാന്റെ ആനുകൂല്യങ്ങൾ മാത്രം നമുക്ക് മതി. അവിടുത്തെ ബാക്കി ഭഗവാൻ കുട്ടികളിലൂടെ പ്രവർത്തിച്ചതൊന്നും ആരും അറിയണ്ട. 42 കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. നമ്മളെ ചിന്താലയ വിദ്യാലയത്തിൽ 42 കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. 41 കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോയി. അതായത് ഒരു കുട്ടിക്ക് മാത്രം ഫസ്റ്റ് ക്ലാസ്സിന് അല്പ മാർക്ക് കുറവ്. ഈ 42 കുട്ടികളിൽ 25 കുട്ടികൾക്ക് 90% മാർക്കിന് മുകളിൽ മാർക്ക്. സിറ്റിയിലെ വലിയ വലിയ സ്കൂളുകളിൽ പോലും, ഈ 2.5 ലക്ഷം രൂപ മുടക്കി പഠിക്കുന്ന സ്കൂളുകളിൽ പോലും കുട്ടികൾക്ക് അത് ലഭിച്ചില്ല. നമ്മളെ കുട്ടികളോ വളരെ കഷ്ടപ്പെട്ടവരുടെ മക്കൾ. ഭഗവാൻ കഷ്ടപ്പെട്ട് വന്ന് നാടിനെ നന്നാക്കാൻ വേണ്ടി വിദ്യാഭ്യാസത്തിലൂടെ, അറിവിലൂടെ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ കണ്ടിട്ടാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത്. ഇത്രയും 97% മാർക്ക്, 100-ന് 97 മാർക്കാണ് നമുക്ക് ഹൈ മാർക്കോടുകൂടി കിട്ടിയത്. അതിലാണ് ഞാൻ പറഞ്ഞു 42 പിള്ളേരിൽ 25 പിള്ളേരും 90% മുകളിൽ മാർക്ക് വാങ്ങി. ഇതാരും അറിയില്ല. കാരണം ഇതിലൊരു കുട്ടി പരാജയപ്പെട്ടിരുന്നെങ്കിലോ എങ്കിൽ അതിനെ മൊത്തം പറഞ്ഞ് നാട് മൊത്തം പറഞ്ഞു നടക്കും. കാരണം മറ്റുള്ളവർക്ക് എങ്ങനെ ഈ തമ്പുരാനെ മോശക്കാരാക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഭഗവാന്റെ പ്രസൻസ് കുട്ടികളിലൂടെ, കുട്ടികളെ ഭഗവാൻ അനുഗ്രഹിച്ചു. കാരണം ഭഗവാന്റെ ഇഷ്ടമാണല്ലോ സ്കൂള്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെയും ഭഗവാൻ ഇഷ്ടമുണ്ട്, ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടികളും മോശാവസ്ഥയിലേക്ക് പോകത്തില്ല. അങ്ങനെ ഭഗവാൻ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി. അവിടെ മരണപ്പെട്ട് അന്ത്യവിശ്രമം കൊള്ളാൻ ഇടമില്ല. അങ്ങനെ ഭഗവാൻ പൊതു ശ്മശാനം സ്ഥാപിച്ചു. അങ്ങനെ ചിന്താലയ ആശ്രമത്തിൻ്റെ പൊതു ശ്മശാനമുണ്ട്. ഒരു നിവൃത്തിയില്ലാത്തവർക്ക് അന്ത്യവിശ്രമം കൊള്ളാനിടം, പുണ്യ ശ്മശാനം. കാരണം അവിടെയും ഭഗവാൻ
എൻ്റെ അനുഗ്രഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ആത്മശാന്തി കിട്ടുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷമുണ്ടെങ്കിലും ഗുരു ദൃഷ്ടി ചെയ്താൽ മതി, അത് മാറിപ്പോവും. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ദൃഷ്ടി ചെയ്യുകയാണ്. പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന സാക്ഷാൽ ഈശ്വരനാണ് ചിന്താലേശൻ. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ, അതുപോലെ വിവാഹം നടത്താൻ നിവർത്തിയില്ലാത്തവർക്ക് അന്നദാന മണ്ഡപം അവിടെ വച്ച് വിവാഹ മണ്ഡപമുണ്ട്. ഇതിനെല്ലാം ഉപരിയാണ് നമ്മളെ ഭഗവാൻ തുടങ്ങി വെച്ച കെടാവിളക്ക് ഇന്നും 43 വർഷമായിട്ട് കത്തി നിൽക്കുന്ന സ്ഥലമാണ് ശരിക്ക് അധ്യാത്മചിന്താലയ ആശ്രമം. അവിടെയാണ് നമുക്കിതാ വാർഷികാഘോഷം നടക്കുകയാണ്. വാർഷികാഘോഷം നടക്കുകയാണ്. മെയ് മാസം 21, 22, 23, ഇടവ മാസം 7, 8, 9 ഈ ദിവസങ്ങളിലായിട്ട് നമ്മളവിടെ വാർഷികാഘോഷം നടക്കുകയാണ്. ഈ വാർഷിക വിളംബരമാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഭഗവാന്റെ കർമ്മഭൂമിയിലേക്ക്, ഇത് കർമ്മഭൂമിയാണ്, കർമ്മഭൂമിയിലേക്ക് എല്ലാ ഭക്തന്മാരെയും ക്ഷണിക്കുകയാണ് ഞാൻ ഇതിലൂടെ. കാരണം അതെൻ്റെ സ്ഥലമാണ്, ഞാൻ വളർന്ന സ്ഥലമാണ്, എന്നെ ഭഗവാൻ വളർത്തിയ സ്ഥലമാണ്. അത്ര കഷ്ടപ്പാടിലൂടെ വളർത്തിയാണ്. അവിടെ ഭഗവാൻ വളർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ പേരും വളരും, അതിന് സംശയമൊന്നും വേണ്ട. വളരാത്തവരില്ല, മുരടിച്ചു പോയവരില്ല. അപ്പോൾ ആ പുണ്യഭൂമിയിലാണ് ഭഗവാന്റെ അരനൂറ്റാണ്ട് കാലം കർമ്മം ചെയ്ത കർമ്മഭൂമിയിലേക്കാണ് ഈ വാർഷികം നടക്കുന്നത്. അവിടത്തേക്ക് എല്ലാ പേരെയും ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാ ഭക്തരും ഈ 21, 22, 23, 23 മകൻ നക്ഷത്രത്തിനാണ് ഭഗവാന്റെ പക്കപ്പിറന്നാൾ ആയ മകൻ നക്ഷത്രത്തിനാണ് അവിടുത്തെ വാർഷികം. അപ്പോൾ ആ വാർഷികത്തിൽ 3 ദിവസത്തിൽ 3ാമത്തെ ദിവസമായ 23-ാം തീയതിയാണ് വാർഷികം ഉൾക്കൊള്ളുന്നത്. ആ വാർഷികത്തിൽ അവിടെ ഈ വർഷം ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ മുരുകക്ഷേത്രം സ്ഥാപിച്ചു, സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥാപിച്ചു. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ 1ാം വാർഷികം കൂടിയാണ് ഈ 23-ാം തീയതി. ഞാൻ ആ മുരുകക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ എല്ലാ പേരെയും വാർഷിക ആഘോഷത്തിലും ത്തിലേക്ക് എല്ലാ പേരെയും ഒന്നുകൂടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭക്തർക്കും സാക്ഷാൽ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.